ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം, അതിന് പിന്നാലെ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോകുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. 60ഓളം പേരെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. രക്ഷാദൗത്യം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സാഹചര്യം വിലയിരുത്തുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സൈന്യവും NDRFും SDRFും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധനയടക്കം അവിടെ നടക്കുന്നുണ്ട്. 25ലധികം ഹോട്ടലുകൾ ഒലിച്ചുപോയി എന്നുള്ളതാണ് വിവരം. അതൊരു വിനോദസഞ്ചാര മേഖല കൂടിയാണ്. വിനോദസഞ്ചാരികളൊക്കെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴൊരു വ്യക്തതയുമില്ല. 60ലധികം പേരെ കാണാനില്ല എന്നുള്ള വിവരത്തിനപ്പുറത്തേക്ക് അത് കൃത്യമായ കണക്ക് എത്രയാണെന്ന് പറയുക വയ്യ. അത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. अरे भाग गया ये मेरी माँ ഇപ്പോൾ മലയാളി സമാജത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ദിനേശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിനേശ്, വലിയ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാകെ ഇടിഞ്ഞ് മണ്ണും വെള്ളവും ഒക്കെ താഴേക്ക് വന്ന് വലിയ കെട്ടിടങ്ങളടക്കം ഒലിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ദിനേശ്? ഉത്തരകാശിയിലെ ധരാളി ഗ്രാമത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഉണ്ടായത്. അവിടെ ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോയെന്നാണ് വിവരങ്ങൾ കിട്ടിയത്. അതിൽ മലയാളികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം കിട്ടിയിട്ടില്ല. ആർമിയും SDRFും അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ നാശനഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. 2 ദിവസമായി തുടരെ മഴ പെയ്യുകയാണ്. ഇത് കൃത്യം എത്ര മണിയോട് കൂടിയാണ് ഈ സംഭവിച്ചത്? 1 മണിക്ക് ശേഷമാണെന്ന് വിവരം കിട്ടിയത് എനിക്ക്. ഒരു വിനോദസഞ്ചാര മേഖലയാണോ ഇത്? അതെ, ഗംഗോത്രി യമുനോത്രി പോകുന്ന വഴിയാണ് ഉത്തരകാശി. ഇവിടുന്ന് ഋഷികേശിൽ നിന്ന് ചമ്പ വഴി അവിടെ ചാർധാം യാത്രയ്ക്കും ആൾക്കാർ പോകുന്നുണ്ട്, ഗംഗോത്രി യമുനോത്രി. അപ്പോൾ അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇവിടുത്തെ IG മലയാളിയുണ്ട്, IG-യോട് സംസാരിച്ചു. പുള്ളി അവിടെ SPയോടൊക്കെ സംസാരിച്ച് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന ഒരു വിവരം അത് ഈ 60ലധികം പേരെ കാണാനില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ പേർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു. അവിടെ സർവൈവൽ റേറ്റ് വളരെ കുറവാണ്. ഒലിച്ചു പോയിരിക്കുന്നു. അത് ഈ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ വീടുകളാണോ, അതോ ഈ വിനോദസഞ്ചാര കേന്ദ്രമൊക്കെ ആയതുകൊണ്ട് ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഈ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ വീടുകളൊക്കെ അധികമായുള്ള മേഖലയാണോ ശ്രീ ദിനേശ്? ചെറിയ ഹോട്ടലുകളുണ്ട്, പിന്നെ സ്കൂൾസ് ഉണ്ട്, 1-2 സ്കൂളുകളുണ്ട്. അധികം വീടുകളാണ്. അവര് ഹോം സ്റ്റേ ഒക്കെ നടത്തുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായാലും ഹോം സ്റ്റേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ വീടുകളാണ് കൂടുതൽ. ഇത്രയും വലിയൊരു അപകടമായത് കാരണം നിലവിൽ എവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗം ആകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുകയാണെന്ന് തോന്നുന്നു, അല്ലേ, ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി? SDRF ഉടനെ എത്തിയിരിക്കുന്നു. അതിനുശേഷം ആർമി അവിടുന്ന് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ NDRFനെയും വിവരം അറിയിച്ചു. NDRFും 1 മണിക്കൂറിനുള്ളിൽ എത്തുന്നതാണ് കിട്ടിയ വിവരം. ഇങ്ങനെ വെള്ളം എരച്ചെത്തിയതിന് ശേഷമുള്ള ദുരന്തമാണ്. അതുകൊണ്ട് അവിടെ ഈ തെരച്ചിലും പരിശോധനയും ഒക്കെ ഒരു പ്രായോഗികമാണോ, സാധ്യമായ നിലയാണോ ഇപ്പോൾ? വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവര് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയും ജീവൻ അപകടത്തിലാവുന്ന സ്ഥിതിയിലാണ്. അപ്പൊ അതിനാൽ അവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളികളെ കുറിച്ച് ഇതുവരെ ഒന്നും വിവരം കിട്ടിയിട്ടില്ല. മലയാളികൾ ഉണ്ടോ ഇല്ല എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ. ഈ വലിയ പാറക്കല്ലുകളും മരക്കഷ്ണങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു, അല്ലേ, ഒഴുകി വന്നേക്കുന്നത്? അതെ. ഇവിടുത്തെ ടെറൈൻ തന്നെ അങ്ങനെയാണ്. ഒരു മഴ കണ്ടിന്യൂസ് ആയി നിന്ന് കഴിഞ്ഞാൽ ക്ലൗഡ് ബസ്റ്റും ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു പ്രത്യേക മേഖലയാണ്. 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. അതെ, സാധാരണ നിലയിൽ ഇങ്ങനെ ആ മേഖലയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതും പിന്നീട് രക്ഷാപ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു തീർത്തും അപ്രതീക്ഷിതമായി ഇത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് ഒരു മിന്നൽ പ്രളയത്തിൻ്റെ സ്വഭാവത്തിൽ, ഒരു മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ഒരു മിന്നൽ പ്രളയത്തിൻ്റെ സ്വഭാവത്തിലുള്ള അപകടം അതാരും പ്രതീക്ഷിച്ചതല്ല.
ഈ രക്ഷാദൗത്യ സംഘങ്ങൾക്കൊക്കെ കൂടുതലായി അവിടേക്ക് ഈ സംവിധാനങ്ങളൊക്കെ എത്തിക്കുന്നതിനൊക്കെ പര്യാപ്തമായൊരു മേഖലയാണോ? പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്നൊരിടമാണോ അത്? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടെ SDRF ഇത് ഈ മഴ തുടങ്ങിയതിനു ശേഷം എല്ലാ SDRFന്റെ സ്റ്റേഷൻസ് അടുത്ത് തന്നെ ഉണ്ട്, ഉത്തരകാശിയിലുണ്ട്. അത് കാരണം പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റി SDRFന്റെ ടീമിന്. പിന്നെ ആർമി ടീമും അവിടുന്ന് എത്തിയിട്ടുണ്ട്, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. NDRF ടീം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞ് എന്നെ അറിയിച്ച വിവരം. അവരെല്ലാവരും കൂടി ഒരു സംയുക്തമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അല്ല ഇതായിട്ട്. പക്ഷെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടതാണ് കിട്ടിയത്, അൺഒഫീഷ്യലായിട്ട് കിട്ടിയ വിവരം, കാണാനില്ല എന്നുള്ള കിട്ടിയ വിവരം. അതിപ്പോ ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് കൃത്യമായിട്ട് എത്ര ആള് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര ആള് കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഈ സാധാരണ നിലയിൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ ആണെങ്കിൽ അല്പം കൂടി എളുപ്പത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ഇത് മറ്റിടങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളായിരിക്കും, വിനോദസഞ്ചാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വിവരശേഖരണമൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, ശരിയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണിക്കൂറാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ. അതിൽ ഈ കൂടുതൽ സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇടപെടൽ സജീവമായി നടക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ ദിനേശ്? ഉണ്ട്. നാട്ടുകാരെ SDRFന്റെ കൂടെ നാട്ടുകാരെ ഏറ്റവും ആദ്യം എത്തിയ SDRF ആണ്. അപ്പോൾ നാട്ടുകാരെല്ലാം തയ്യാറുണ്ട്. അപ്പൊ അവർക്കാണല്ലോ കൂടുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അപ്പൊ അത് കാരണം അവരെല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആർമി എത്തിയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഈ SDRFന്റെ നേതൃത്വത്തിൽ, ആർമിയുടെ നേതൃത്വത്തിലൊക്കെ ഈ നടക്കുന്നത് ഈ ഇത്രയും വലിയൊരു അപകടമായതുകൊണ്ട് അതിനിടയിൽ ഒരു തെരച്ചിലും പരിശോധനയും ഒക്കെ ഈ ഉള്ള ആളുകളെ കൊണ്ട് നടക്കുമോ? നാട്ടുകാരും ഒക്കെ ചേർന്ന് സാധ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ? കൊണ്ടുപോകുന്നത് നാട്ടുകാരും അതിൽ ഇടപെടുന്നുണ്ട്, എല്ലാം അവര് സഹകരിക്കുന്നുണ്ട്. അപ്പോ അവർക്കാണല്ലോ കൂടുതൽ അതിനെക്കുറിച്ച്, ആ സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരം അറിയാം. അപ്പൊ അവരാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ. ഇതൊരു മലയുടെ ഒരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? മേലെ നിന്ന് ക്ലൗഡ് ബെസ്റ്റ് ആയിട്ട് ഒന്നിച്ച് ഇടിഞ്ഞ് താഴേക്ക് വന്ന് ആ ഗ്രാമത്തിലൂടെ പോയിട്ട് അവിടെ ആ വഴിയിലുള്ള എല്ലാ വീടുകളും, ഹോം സ്റ്റേ വീടുകള്, പിന്നെ സ്കൂള്, ഇതെല്ലാം നശിച്ചു പോയി എന്നാണ് കിട്ടിയ വിവരം. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും കാണാനില്ല. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞ് വീടുകളും കെട്ടിടങ്ങളും ഒക്കെയായി ഒഴുകിപ്പോകുന്ന നിലയിലേക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതെ.